മതവിഭാഗങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുകയും അതിൽ നിന്ന് ലാഭമെടുക്കുകയും ചെയ്യുന്ന കുതന്ത്രമാണ് BJP സർക്കാർ നടത്തുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ. കർഷക ആത്മഹത്യകൾ തടയുന്നതിന് സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് സാമൂഹ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് PA പൗരൻ. ജപ്തി നടപടികൾ നിർത്തണമെന്ന് കർഷകരുടെ സംഘടന. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. വാർത്തകൾ വിശദമായി. ജനങ്ങളെ തമ്മിൽ അകറ്റുകയും ഭിന്നിപ്പിച്ചു ഭരിക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് BJP സർക്കാർ നടപ്പാക്കുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ പാലക്കാട് പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ തന്നെ അധികാരത്തിൽ തിരിച്ചെത്തിയിട്ടും രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ ഉണർത്താൻ രാജ്യത്തെല്ലായിടത്തും പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുകയാണ്. പോലീസ് റിപ്പോർട്ട് പ്രകാരം തന്നെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 700-ലധികം വർഗീയ കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയതും ചെറുതും വലുതുമായ വർഗീയ കലാപങ്ങൾ. അപ്പോൾ എവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ അവിടെയെല്ലാം ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി രാജ്യത്തെ ജനങ്ങളെ, ആ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ ഭിന്നിപ്പിച്ച് അവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമുദായത്തെ ക്രോഡീകരിച്ച് അവരുടെ വോട്ട് നേടി അധികാരം പിടിച്ചെടുക്കാനും അധികാരം നിലനിർത്താനും വേണ്ടി നടത്തുന്ന ഹീനമായ പരിശ്രമമാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ പാലക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മുഖ്യ തപാൽ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. A ബാലൻ അധ്യക്ഷത വഹിച്ചു. ഷാഫി പറമ്പിൽ MLA, A സുമേഷ്, രാജേശ്വരി ജയപ്രകാശ്, K ഭവദാസ് എന്നിവർ സംസാരിച്ചു. കർഷകരെ സഹായിക്കുന്ന ഒരു സമീപനവും സർക്കാരിനില്ല എന്ന് സാമൂഹ്യ പ്രവർത്തകനായ അഡ്വക്കേറ്റ് PA പൗരൻ പാലക്കാട് പറഞ്ഞു. ജപ്തി വിരുദ്ധ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജപ്തി നടപടികൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ നെല്ലറിയായിട്ട് മാറിയിരിക്കുന്നത് പാലക്കാടാണ്. പക്ഷെ പാലക്കാട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തം ശരിക്കും തുറന്നു കാട്ടുന്ന ഒരു സമര പരിപാടിയാണ് നിങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് തെളിയിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ കളക്ടറേറ്റ് മുമ്പിൽ ഈ സമരം നടത്തുന്നത്. ഭരണകൂടങ്ങൾ ദരിദ്ര കർഷകരുടെയും തൊഴിലാളികളുടെയും കൃഷിഭൂമിയും കിടപ്പാടവും ജപ്തി ചെയ്യുമ്പോൾ കോടികൾ ദൂർത്തടിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തുരങ്കം വയ്ക്കുന്ന മദ്യവ്യവസായി വിജയ് മല്യയെ പോലുള്ള ഭരണകൂട കോർപ്പറേറ്റ് ധരാളന്മാർക്ക് ആയിരക്കണക്കിന് കോടി വെറുതെ എഴുതിത്തള്ളുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. EV കോമളം, കർഷക മുന്നേറ്റ നേതാക്കൾ രാമകൃഷ്ണൻ, K കാർത്തികേയൻ, ഖലീൽ എന്നിവർ സംസാരിച്ചു. കൺവീനർ S മണി, ചെയർമാൻ രമേശ് ചിറ്റൂർ എന്നിവർ നേതൃത്വം നൽകി. തൊഴിലാളികൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല എന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ പാലക്കാട് പറഞ്ഞു. ബസ് തൊഴിലാളിക്ക് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. കാരണം ബസ് തൊഴിലാളി ഒരു മാസം അടയ്ക്കുന്നത് 350 രൂപയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളി ഒരു മാസം അടയ്ക്കുന്നത് 50 രൂപയാണ്. അപ്പോൾ അതിലൊരു വേർതിരിവുണ്ട്. അപ്പോൾ ബസ് തൊഴിലാളിക്ക് 1000 രൂപ പെൻഷൻ, ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് 500 എന്നുള്ളത് 750 ആക്കി. ഇതുവരെ അംഗീകാരം കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ ഗവൺമെന്റിന് 10 പൈസ ചെലവുണ്ടോ? കോടിക്കണക്കിന് രൂപ കെട്ടിക്കിടക്കുകയല്ലേ. ഒരു പച്ച മഷിയെടുത്ത് മന്ത്രി, ലേബർ മിനിസ്റ്റർ മന്ത്രി ഒന്ന് ഒപ്പിട്ടാൽ തീരുമാനമായല്ലോ. അത് ഇങ്ങോട്ട് കൊടുത്താൽ ആനുകൂല്യം കിട്ടുമല്ലോ. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചതിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CITU സംസ്ഥാന കമ്മിറ്റി അംഗം N ഉണ്ണികൃഷ്ണൻ. ക്ഷേമനിധി അപാകതകൾ പരിഹരിക്കുക, ജനദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. K രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് K ബാബു, AV സുരേഷ്, രാഘവൻ, PA രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 2012-2013 വർഷത്തെ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തിക ക്രമക്കേടുകൾ വിജിലൻസ് അന്വേഷിക്കും. ഇത് സംബന്ധിച്ച് പരാതി നൽകിയ കൃഷ്ണകുമാർ എന്നയാൾ വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യങ്ങൾ. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ 2012-13 വാർഷിക പദ്ധതി നടത്തിപ്പിലെ ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് എൻക്വയറിക്കാണ് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സിനിമ അസോസിയേറ്റഡ് ഡയറക്ടറും സാമൂഹ്യ പ്രവർത്തകനുമായ TK കൃഷ്ണകുമാർ ചാഴിയേട്ടരി എന്നയാൾ അഡ്വക്കേറ്റ് TK സുരേഷ് മുഖാന്തരം സമർപ്പിച്ച പരാതിയിലാണ് വിജിലൻസ് കോടതി സ്പെഷ്യൽ ജഡ്ജി K ഹരിലാലിന്റെ ഉത്തരവെന്ന് ഇദ്ദേഹം വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനം മറികടന്ന് പ്രതികൾ ഒത്തൊരുമിച്ചും കൂട്ടായും ഗൂഢാലോചന നടത്തി 8.5 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് പരാതി. സംഭവകാലത്ത് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PR ശോഭന, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM റഷീദ എന്നിവരുൾപ്പെടെ 8 പേർക്കെതിരെയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്.
തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ഞാൻ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. ജില്ലാ ക്ഷയരോഗ ദിനം ആചരിച്ചു. ക്ഷയരോഗികളെ കണ്ടെത്തി ചികിത്സ നൽകുക എന്നതാണ് ഇത്തവണത്തെ ലക്ഷ്യം. ജില്ലാ TB സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ലോക ക്ഷയരോഗ ദിനാചരണത്തിൽ ജില്ലാ TB ഓഫീസർ ഡോക്ടർ G രാധാകൃഷ്ണൻ വിഷയം അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TN കണ്ടമുത്തൻ, അഡീഷണൽ DMO ഡോക്ടർ പാർവതി റാം, ഡോക്ടർ ശ്രീഹരി, ഡോക്ടർ ശെൽവരാജ് എന്നിവർ സംസാരിച്ചു. ക്ഷയരോഗബാധിതരെ കണ്ടെത്തി അവരിലേക്ക് എത്തിച്ചേർന്ന് ചികിത്സിക്കുക എന്ന ആശയത്തോടെയാണ് ഈ വർഷം ക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മാപ്പിളപ്പാട്ടുകൾക്ക് വേണ്ടി മാത്രം ഒരു മത്സരം സംഘടിപ്പിക്കുന്നു. മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത്. അൽ-ലിസാൻ ഇസ്ലാമിക് കലാസാഹിത്യ അക്കാദമി മണ്ണാർക്കാടിൻ്റെ ആഭിമുഖ്യത്തിലാണ് അഖില കേരള മാപ്പിളപ്പാട്ട് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത്സരം മെയ് 3-ന് സംഘടിപ്പിക്കും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ അക്കാദമിയുമായി ബന്ധപ്പെടണമെന്നും ഈ വർഷത്തെ MMP കുട്ടി സ്മാരക അവാർഡ് KS മൗലവിക്ക് നൽകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KVM കുട്ടി മൗലവി, സിദ്ദിഖ് മണലാടി, മജീദ് തങ്കര, അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന AEOമാർക്കും പ്രധാന അധ്യാപകന്മാർക്കും യാത്രയയപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TN കണ്ടമുത്തൻ ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന AEOമാർക്കും ഹെഡ് മാസ്റ്റർമാർക്കും യാത്രയയപ്പ് സംഘടിപ്പിച്ചു. AEO ആൻഡ് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TN കണ്ടമുത്തനാണ് ഉദ്ഘാടനം ചെയ്തത്. ജില്ലയിലെ വിദ്യാഭ്യാസ പുരോഗതിയെ ലക്ഷ്യമാക്കി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാന്യ വ്യക്തികളായിട്ടുള്ളവരാണ് നമ്മുടെ പാലക്കാട് TU ആയാലും ഈ മറ്റ് 21 പ്രധാന അധ്യാപകരും എന്നാണ് എനിക്ക് ഇവിടെ ഒരു പ്രത്യേകത കാണുന്ന സേവനം നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വളരെ സഹായമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്കുള്ള അഭിപ്രായം. ജില്ലാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC അശോക് കുമാർ, പ്രൊഫസർ PA വാസുദേവൻ, DDE അബൂബക്കർ, AK ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പാലക്കാട് DEO C രാജലക്ഷ്മി, പറളി ഹയർ സെക്കൻഡറി സ്കൂളിലെ PK മോഹനൻ, കുത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപകൻ AP പ്രസന്ന തുടങ്ങിയ 22 പേരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ഇടവേള.